പാതിവില തട്ടിപ്പ് കേസിലെ വാർത്തകൾ തുടരെ എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴിതാ സംസ്ഥാന വ്യാപക റെയ്ഡുമായി ഇഡി ഉണ്ട്. മുഖ്യപ്രതി അനന്തകൃഷ്ണൻ, ശ്രീ സത്യസായി ഓർഫനേജ് ട്രസ്റ്റ് സായിഗ്രാം എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ ആനന്ദകുമാർ, കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ് തുടങ്ങിയവരുടെ വീടുകളിലും ഓഫീസുകളിലുമാണ് റെയ്ഡ്. തട്ടിപ്പിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ എന്നും ഇഡി പരിശോധിക്കുന്നുണ്ട്. ഇഡിയുടെ പരിശോധനയ്ക്ക് പിന്നാലെ പ്രതി അനന്തകൃഷ്ണന്റെ കടവന്ത്രയിലെ ഓഫീസിൽ ക്രൈംബ്രാഞ്ചും പരിശോധന നടത്തി. ഷെഫീദ് റാവുത്തർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഒപ്പം നിതിൻ അംബുജനുണ്ട് കൊച്ചിയിൽ നിന്ന്. ആദ്യം ഷെഫീദിലേക്കാണ്. ഷെഫീദ്, അവിടെ റെയ്ഡ് ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? ഇതിനകം എന്തെങ്കിലും നിർണായക രേഖകളോ മറ്റോ കണ്ടെത്താനായിട്ടുണ്ടോ? കീർത്തന, തിരുവനന്തപുരത്ത് ഈ പാതിവല തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 2 സ്ഥലങ്ങളിലാണ് റെയ്ഡ് നടക്കുന്നത്. അതിൽ ഒന്നാമത്തേത് ഞാനിപ്പോൾ നിൽക്കുന്ന ശാസ്തമംഗലം, തിരുവനന്തപുരം ശാസ്തമംഗലത്തുള്ള KN ആനന്ദകുമാറിൻ്റെ വീടും അതേപോലെ തന്നെ അവരുടെ സത്യസായി ട്രസ്റ്റിൻ്റെ ഒരു ഓഫീസുമുണ്ട്. ആ രണ്ടിടത്തും പരിശോധനകൾ ഇന്ന് രാവിലെ 8 മണി മുതൽ ആരംഭിച്ചു. അതേസമയം തന്നെ തോന്നയ്ക്കിലുള്ള സായി ഗ്രാമത്തിലും റെയ്ഡ് തുടരുകയാണ് ഇഡിയുടേത്. ഏതാണ്ട് 8 മണിക്ക് തുടങ്ങിയ, രാവിലെ 8 മണിയോടുകൂടി തുടങ്ങിയ റെയ്ഡ് ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. KN ആനന്ദകുമാറുമായി ബന്ധപ്പെട്ട മുഴുവൻ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളുടെയും രേഖകൾ വിളിച്ചു വരുത്തിയടക്കമാണ് ഇഡി പരിശോധന നടത്തുന്നത്. ഇന്ന് KN ആനന്ദകുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിച്ചെങ്കിലും പ്രത്യേക സംഘം റിപ്പോർട്ട് നൽകാത്തതിനെ തുടർന്ന് വീണ്ടും ഹർജി പരിഗണിക്കുന്നത് 27ലേക്ക് മാറ്റിയിരുന്നു. അതും നിർണായകമായൊരു നീക്കമായിരുന്നു. ഏതായാലും ഇഡി ഈ വിഷയത്തിൽ വളരെ സമഗ്രമായിട്ടുള്ളൊരു അന്വേഷണം അത് ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നുണ്ട്. 350 കോടിയിലധികം രൂപ ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നതാണ്. KN ആനന്ദകുമാറിന്റെ ശാസ്തമംഗലത്തെ വീട്. ആശുപത്രി ചികിത്സയൊക്കെ കഴിഞ്ഞ ദിവസം മുതൽ KN ആനന്ദകുമാർ ഇവിടെയുണ്ട്. തൊട്ടപ്പുറത്ത് കാണുന്ന നീല ബോർഡാണ് സായിഗ്രാമം സോഷ്യൽ വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റി. അവിടെയും ആ ഓഫീസിലും ഉദ്യോഗസ്ഥ സംഘമുണ്ട്. എറണാകുളത്ത് നിന്നും കോഴിക്കോട് നിന്നുമുള്ള ഇഡി ഉദ്യോഗസ്ഥരാണ് ഈ കെട്ടിടങ്ങളിൽ, ഈ സ്ഥലങ്ങളിൽ പരിശോധന നടത്തുന്നത്. ഈ സായിഗ്രാമം സോഷ്യൽ വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റി, അതേപോലെ തന്നെ സായിഗ്രാമം ട്രസ്റ്റ്, KN ആനന്ദകുമാറിൻ്റെ പേഴ്സണൽ അക്കൗണ്ടുകൾ, ഇത് മൂന്നും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രധാനമായും പരിശോധന നടക്കുന്നത്. നേരത്തെ ഈ മുൻകൂർ ജാമ്യ ഹർജിയിൽ KN ആനന്ദകുമാർ പറഞ്ഞത് അനന്തകൃഷ്ണനാണ് ഈ തട്ടിപ്പിൻ്റെ മുഖ്യ സൂത്രധാരൻ, താൻ ഏതെങ്കിലും തരത്തിൽ ഈ തട്ടിപ്പിൽ ഉൾപ്പെട്ടിട്ടില്ല, മാത്രവുമല്ല ഈ പണം അത്രയും വാങ്ങിയത് അനന്തകൃഷ്ണനാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ അത് മുൻകൂർ ജാമ്യാപേക്ഷയിൽ KN ആനന്ദകുമാർ സൂചിപ്പിച്ചിരുന്നു. പക്ഷേ തിരുവനന്തപുരത്ത് നിന്ന് മാത്രം ഏതാണ്ട് 98 പരാതികൾ KN ആനന്ദകുമാറാണ് തങ്ങളെ അനന്തകൃഷ്ണന് പരിചയപ്പെടുത്തിയത് എന്ന രീതിയിൽ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ പ്രത്യേക സംഘം KN ആനന്ദകുമാറിനെ കേന്ദ്രീകരിച്ച് ആ രീതിയിലുള്ള അന്വേഷണത്തിലേക്ക് കടന്നിരുന്നില്ല. അതിനിടെയാണ് ഇഡിയുടെ നിർണായക നീക്കം, അതൊരു റെയ്ഡിന്റെ രൂപത്തിൽ ഇപ്പോൾ പുരോഗമിക്കുന്നത്. കീർത്തന. ശരി, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. ഇനി നിതിൻ അംബുജനുണ്ട് കൊച്ചിയിലെ വിവരങ്ങൾ നൽകാൻ. നിതിൻ, ഈ അനന്തകൃഷ്ണന്റെ ഓഫീസിലും ഒക്കെ റെയ്ഡ് നടക്കുന്നു, അതങ്ങനെ കുറേ ദിവസങ്ങളായി നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇഡിയുടെ പരിശോധനയും ഒപ്പം തന്നെ അഡ്വക്കേറ്റ് ലാലി വിൻസെന്റിന്റെ ഓഫീസിലും വീട്ടിലും പരിശോധന നടക്കുന്നുണ്ടല്ലേ? അതിന്റെ ഒരു കാരണം എന്താണ്? ഇപ്പോൾ ആ പരിശോധന എവിടെ എത്തി നിൽക്കുന്നു? സ്മിത, ഇഡിയുടെ പരിശോധന ഇപ്പോൾ 8 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. പരിശോധന ഇപ്പോഴും തുടരുന്നുണ്ട്. നമുക്കറിയാം, ഈ കേസിൽ ഇഡി കഴിഞ്ഞ ദിവസമെല്ലാം തന്നെ കേസെടുത്ത് അന്വേഷണം നടത്തിയിരുന്നു. പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തിയതിന് പിന്നാലെയാണ് റെയ്ഡ് അടക്കമുള്ള നടപടികളിലേക്ക് എന്തായാലും ഇഡി കടന്നിരിക്കുന്നത്. കണ്ണൂർ രജിസ്റ്റർ ചെയ്ത കേസിന് പിന്നാലെ തന്നെ ലാലി വിൻസെന്റിനെതിരെ വലിയ ആരോപണം ഉയർന്നിരുന്നു. 46 ലക്ഷം രൂപയാണ് ലാലി വിൻസെന്റിന് കൈമാറിയതെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ പണം കള്ളപ്പണം എന്ന നിലയിൽ തന്നെ പരിധിയിൽ വരുന്നതാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഇഡി അന്വേഷിച്ചു വരുന്നുണ്ട്. അതിന്റെ ഭാഗമായുള്ള ഒരു റെയ്ഡാണ് ഇവിടെ നടക്കുന്നത്. ബാങ്ക് ഉദ്യോഗസ്ഥരുമുണ്ട്. ഇഡിയുടെ ഡെപ്യൂട്ടി ഡയറക്ടർ, അതോടൊപ്പം തന്നെ അസിസ്റ്റന്റ് ഡയറക്ടർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഒരു പരിശോധനയാണ് ഇന്ന് രാവിലെ മുതൽ ഇവിടെ നടന്നു വരുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് മറൈൻ ഡ്രൈവിലെ ലാലി വിൻസെന്റിന്റെ ഫ്ളാറ്റിന് മുന്നിലാണ്. രാവിലെ 8 മണിക്ക് ആരംഭിച്ച പരിശോധന ഇപ്പോഴും തുടരുന്നുണ്ട്. അനന്തകൃഷ്ണന്റെ സാമ്പത്തിക ഇടപാട് ശൃംഖലയിൽ ഉൾപ്പെട്ടവരെ കേന്ദ്രീകരിച്ചുള്ള സാമ്പത്തിക ഇടപാട് ആരൊക്കെ ഉണ്ട് എന്ന കാര്യങ്ങളിലുള്ള ഒരു പരിശോധന എന്തായാലും ഇഡി നടന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരു വിശദമായ പരിശോധന ഇപ്പോൾ നടന്നു വരികയാണ്. രേഖകൾ അടക്കം പരിശോധിച്ചു വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അതിനുശേഷം മാത്രമേ ഏതെങ്കിലും തരത്തിലുള്ള രേഖകൾ പിടിച്ചെടുത്ത കാര്യങ്ങളിലേക്കെല്ലാം വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ. എന്തായാലും 46 ലക്ഷം രൂപ കൈമാറിയുമായി ബന്ധപ്പെട്ടുള്ള പരിശോധന തുടരുന്നുണ്ട്. അതോടൊപ്പം ഈ അനന്തകൃഷ്ണന്റെ സാമ്പത്തിക ഇടപാട് ശൃംഖലയിൽ ഉൾപ്പെട്ടവരെ എല്ലാം തന്നെ ഈ ഒരു അന്വേഷണ പരിധിയിൽ കൊണ്ടുവരും. കൊച്ചി കൂടാതെ മറ്റ് പലയിടങ്ങളിലും അനന്തകൃഷ്ണന്റെ ഓഫീസിലും അതോടൊപ്പം തന്നെ വീടുകളിലും പരിശോധന നടന്നിരുന്നു. ആ പരിശോധന ഏറെക്കുറെ അവസാനിച്ചെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ലാലി വിൻസെന്റിന്റെ വീട്ടിലും അതോടൊപ്പം തന്നെ ഓഫീസിലും കേന്ദ്രീകരിച്ച പരിശോധന ഇപ്പോഴും തുടരുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ക്രൈംബ്രാഞ്ച് ഇതിൽ കേസെടുത്ത് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നു. ഇതിനിടയിലാണ് ഇഡിയുടെ പരിശോധന ഇപ്പോൾ തുടരുന്നത്. എന്തായാലും കൊച്ചിയിലെ വിവിധ ഇടങ്ങളിൽ ഈ പരിശോധന
പരിശോധന തുടരുമ്പോൾ സ്വാഭാവികമായിട്ടും ഏതൊക്കെ രേഖകൾ പിടിച്ചെടുത്ത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് അല്പസമയത്തിനും വിവരം ലഭ്യമാകും. ഒരുപക്ഷേ ഇനി ഏതാണ്ട് അരമണിക്കൂർ കൂടി ഈ റെയ്ഡ് നീളുമെന്നൊരു വിവരമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. എന്തായാലും പാതിവില തട്ടിപ്പിൽ ലാലി വിൻസെന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഒരു തട്ടിപ്പിൽ ഉൾപ്പെട്ട ഒരു പശ്ചാത്തലത്തിൽ ഈ സാമ്പത്തിക ഇടപാട് ശൃംഖലയിൽപ്പെട്ട ആളുകളെ കേന്ദ്രീകരിച്ചുള്ള ED അന്വേഷണം പുരോഗമിപ്പോൾ നേരത്തെ സൂചിപ്പിച്ചു, അതായത് 1000 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. ഇതിനിടയിൽ 21 അക്കൗണ്ടുകൾ ഏതാണ്ട് 548 കോടി രൂപയുടെ ഇടപാട് നടന്നിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ രേഖകളെല്ലാം പരിശോധിച്ച് ഒരു കൃത്യമായ വ്യക്തത വരുത്താനുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ EDയുടെ ഭാഗത്തുനിന്നും ഇപ്പോൾ ഈ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് നടക്കുന്നത്. സ്മിത. ശരി, നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്. ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.